ഹായ്, ഓടത്തി കിച്ചണിലേക്ക് സ്വാഗതം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ഫ്ലേവർ ആയിട്ടുള്ള കഞ്ഞിയാണിന്ന് ബിരിയാണി കഞ്ഞി. അരി എടുത്തിട്ടുണ്ട്, നീളത്തിലുള്ള ബസ്മതി റൈസാണ്. ഇതുകൊണ്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. ബിരിയാണിയുടെ എല്ലാ ഫ്ലേവേഴ്സുള്ള കഞ്ഞിയാണ്. 250 ഗ്രാം അരിയുണ്ടത്. ഇത് ചിക്കൻ ചെറിയ കഷ്ണാക്കി വേവിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. 200 ഗ്രാം ചിക്കനാണ്. ചെറിയ കഷ്ണങ്ങളും ഉണ്ടതിൽ, വല്ലാണ്ട് അരയേണ്ട. പിന്നെ ചിക്കൻ വേവിച്ച് സ്റ്റോക്ക് ചേർത്തിട്ടാണ് നമ്മൾ അടിച്ചെടുത്തേക്കണേ. ചീനച്ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇഞ്ചി നുറുക്കിയത് 2 ടേബിൾ സ്പൂൺ. ഒന്ന് ചൂടാവട്ടെ. പച്ചമണം മാറിയിട്ടുണ്ട്. ഇപ്പോൾ കഞ്ഞിയിൽ കടിക്കാൻ കിട്ടും, അതുകൊണ്ട് ഒന്ന് റോസ്റ്റ് ആയാൽ നല്ല സ്വാദാണ്. വെളുത്തുള്ളി നുറുക്കിയത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 5 അല്ലി എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 8-9 എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. കളർ മാറി 3 സബോള ചെറുതായി നുറുക്കിയതും കൂടി ചേർക്കാം. നീളത്തിലല്ല, കൂട്ടാൻ വഴറ്റാൻ നുറുക്കണ പോലെയാണ് എടുത്തേക്കുന്നത്. ഇടത്തരം വലുപ്പത്തിലുള്ള സബോളയാണ്. തക്കാളി ചേർക്കുമ്പോൾ കട്ടിയുള്ള ഗ്രേവി പോലെയാവും. ഇനി 2 തക്കാളി നുറുക്കിയത്. കപ്പിലെടുക്കുമ്പോൾ ഒരേ അളവിലാണ് സബോളയും തക്കാളി എടുത്തേക്കുന്നത്. നന്നായി വഴന്നു, സോഫ്റ്റായി. ഇനി പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി. ബിരിയാണി മസാലപ്പൊടിയാണ് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പൊടികളും ചൂടാവണം. ഡ്രൈ ആയിപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അരച്ചു വെച്ച ചിക്കൻ ചേർക്കാം. ഇതിലാണ് നമ്മൾ അരി വേവിക്കുന്നത്. കഴുകി വെച്ച അരി ചേർക്കാം. അരി കഴുകിയ ശേഷമാണ് കഷ്ണങ്ങളൊക്കെ നുറുക്കിയത്. അതുകൊണ്ട് അരി ചെറിയ നനവോടെ തന്നെ കുറച്ചു നേരം ഇരുന്നിട്ടുണ്ട്. പാകത്തിന് ഉപ്പിടാം. നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ഇനി വെള്ളം ഒഴിക്കാം. കുക്കറിലും പാനിലും ഒക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് എന്നുള്ള കണക്കിലാണ്. കഞ്ഞി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കണം. 3 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. 1/4 കിലോ അരിക്ക് 1/2 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിൽ. ഇനി അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 10-15 മിനിറ്റ് വേവിക്കണം. കുറച്ചും കൂടി വെള്ളം ചേർത്തു. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ലോണം തിളയ്ക്കുന്നുണ്ട്. അരി വെന്തിട്ടുണ്ട്. ഇത്തിരി കൂടി വേവട്ടെ. അടച്ചിന്ന് വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റായി. ഇങ്ങനെ ഇളക്കുമ്പോൾ വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ തിളച്ച വെള്ളം ചേർക്കാം. കഞ്ഞി ആവുകൊണ്ട് വെള്ളത്തിരി കൂടിയാലും പ്രശ്നമില്ല. ചിക്കൻ ബിരിയാണിയുടെ അതേ ഫ്ലേവറാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി 1 സബോള നീളത്തിൽ അരിഞ്ഞതും കൂടെ വഴറ്റാം. ബിരിയാണിയിൽ ഗാർണിഷ് ചെയ്യണ പോലെ ബ്രൗൺ കളറായിട്ട് എടുക്കാം. 1/2 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടി ചേർക്കാം. ഇതിലേക്ക് വേണ്ടത്. ലോ ഫ്ലെയിമിലാണ്. ചിക്കൻ വേവിച്ചപ്പോൾ കുറച്ച് ഒരു 3 ടേബിൾ സ്പൂൺ ചിക്കൻ പീസസ് മാറ്റി വെച്ചിരുന്നു. അതും കൂടി ചേർക്കാം. അരക്കണതിന് മുമ്പ് മാറ്റിയതാണ്. ഇതിടയ്ക്ക് കടിക്കാനും കിട്ടും കഞ്ഞി കുടിക്കുമ്പോൾ. ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ഇടാം. കഞ്ഞിയിലേക്ക് ചേർക്കാം. അങ്ങനെ ബിരിയാണി കഞ്ഞി റെഡിയായി. അവസാനം സബോളയുടെ ഒപ്പം ചേർത്ത ചിക്കൻ പീസസിൻ്റെ അളവ് ഇഷ്ടമുള്ളത്ര കൂട്ടാം. കഞ്ഞിയുടെ ഒപ്പം കൂടുതൽ ചിക്കൻ പീസസും കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയാവാം. നല്ല സ്വാദാണ്. ഇഷ്ടമായ ഓടത്തി കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു.